ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മിസ്റ്റർ ഇൻസോംനിയ വെയിറ്റിംഗ് ഫോർ ലവിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഞാനാണെങ്കിൽ ആകെ ടെൻഷനായി നിൽക്കും. അവളുടെ ഫോണൊക്കെ പൊട്ടിയിട്ടല്ലേ കയ്യിൽ കിട്ടി, അവൾക്ക് എന്താ പറ്റിയെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചീസുവിൻ്റെ ഒരു കോൾ വരികയാണ്. സത്യം പറഞ്ഞാൽ ചീസുവിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിരിക്കുന്നത് ലൂസിയാണ്. ലൂസി പറയുകയാണ്, ടെൻഷനൊന്നും അടിക്കേണ്ട, ഞാൻ ചീസുവിൻ്റെ കൂടെ അവൻ്റെ കോഫി ഷോപ്പിലുണ്ടെന്ന്. ആക്ച്വലി എന്നിട്ട് ചീസും ലൂസി ആലോചിക്കുവാണ് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായ സംഭവം അന്ന് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രസ്സുകാർ വന്ന് കാണും. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ ഞെട്ടിയിട്ട് അവരിതാക്കിയപ്പോൾ വാതിലടയ്ക്കാൻ നോക്കുന്ന സമയത്ത് ഇവർ തള്ളി തുറക്കാൻ നിന്ന സമയത്തായിരിക്കും ഇവൾ ഓളിയിട്ട ശബ്ദം കേട്ടതും ഇവളുടെ കയ്യിൽ ഓൾറെഡി മുറിവുന്ന് ബ്ലഡ് തറയി വീണത്, അതുപോലെ തന്നെ ആ ഫോൺ തറയി വീണതൊക്കെ അപ്പോഴാണ്. അപ്പോൾ അതൊക്കെ അവർ ആലോചിക്കുക. ആ സമയത്ത് ലൂസി വന്ന് ചീസുവിൻ്റെ അടുത്ത് പറയണം, ഓക്കെ ഇന്നലെ നീ നിൻ്റെ പ്രണയം എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, എനിക്ക് വേണമെങ്കിൽ നിൻ്റെ അടുത്ത് യെസ് പറയായിരുന്നു, പക്ഷേ എനിക്ക് നിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല. മാത്രമല്ല എനിക്ക് നീ എന്നുള്ള ഫ്രണ്ടിനെ നഷ്ടപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ അതൊന്ന് മനസ്സിലാക്കാൻ പറയുന്ന സമയത്ത് ചീസ് പറയും, അത് കുഴപ്പമില്ല, അത് ഓരോരുത്തർ പേഴ്സണൽ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരുവാണ്. അപ്പോൾ ഞാനെ കണ്ടുകൊണ്ട് ചീസ് വരണം, ഓക്കേടാ നിന്നെ പിക്കപ്പ് ചെയ്യാനുള്ള ആളൊക്കെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലൂസി ഇരുന്ന് ഓക്കെ ചെയ്യാൻ എന്നിട്ട് അവർ രണ്ടുപേരും കൂടി പോകുന്ന സമയത്ത് നമ്മുടെ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ഇല്ലയോ അയാൾ വന്ന് പറയാം ലൂസിയുടെ അടുത്ത് പറയാണ്, ലൂസിയുടെ അടുത്തും ഞാൻ്റെ അടുത്തും പറയണം, ഈ പ്രശ്നം വളരെ ഇതായതുകൊണ്ട് ബോർഡ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ ചർച്ചയായതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് നിന്നെ മീൻസ് ലൂസി എന്തു ആയാലും ഫയർ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ലൂസി പറയാം, ഓക്കെ എനിക്കത് ഷുവറാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ഓഫീസിൽ നിന്ന് പോകേണ്ട ആളല്ലേ, അതുകൊണ്ട് എനിക്കത് പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇത് ആരാണ് ഇങ്ങനെ ഞങ്ങളുടെ പിന്നാലെ നടന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്, ഇതിൻ്റെ പിന്നിൽ ആരാന്നുള്ളത് എനിക്ക് കണ്ടുപിടിച്ച് തരണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നൊക്കെ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് അടുത്ത് പറയുകയാണ്. അത് കഴിഞ്ഞ് ഞാനും ലൂസിയും പോകുന്ന ഒരു സ്ലീപ്പ് ടെസ്റ്റിനാണ്. നമ്മുടെ പ്രൊഫസർ ലീ ആണത് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഉറങ്ങി, അത് കഴിഞ്ഞ് ഞാൻ ആദ്യം എണീക്കും, പക്ഷേ ലൂസി എണീക്കുന്നില്ല കേട്ടോ. അപ്പോൾ പ്രൊഫസർ ലീ ഒരു കാര്യം പറയുകയാണ് ഞാൻ്റെ അടുത്ത്, ആക്ച്വലി ഇപ്പോൾ വന്നിട്ട് ഇൻസോംനിയ ആയിരുന്നല്ലോ ഇവർക്ക്, എന്ന് വെച്ചാൽ ഉറക്കക്കുറവ്, ഇപ്പോൾ വന്നത് ഉറക്കം കൂടുതലായി. ഈ ഒരു കണ്ടീഷൻ ഈ ഒരു ട്രെൻഡിൽ പോവുകയാണെങ്കിൽ ലൂസി മൊത്തമായൊരു ഉറക്കത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, കോമ സ്റ്റേജ് പോലെ. അതുകൊണ്ട് തന്നെ ഈ ട്രെൻഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിന് വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്ന് പറയണം. അപ്പോൾ ഞാൻ ടെൻഷൻ ആവുകയാണ്, ഇതിന് വേറൊരു വഴിയും മെഡിസിൻ ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോഴത്തേക്ക് ഇല്ല, ഞങ്ങളത് ഇനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് എന്താ പറയുന്നത് അതിൻ്റെ മേളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിച്ചെങ്കിലേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയാണ്, ഓക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓക്കെ ഇവൾ ഒരിക്കലും ഇത് അറിയരുതെന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ ലീയുടെ കയ്യിൽ നിന്ന് വാക്ക് വാങ്ങണം. എന്നിട്ടാണെങ്കിൽ ഞാൻ ഇതെല്ലാം ആലോചിച്ചിരിക്കും കേട്ടോ. ആ സമയത്ത് ലൂസി വരിക, അന്ന് രാത്രി വന്നിട്ട് പറയാം വാ കിടക്കാൻ പോകണ്ടേ ഉറങ്ങണ്ടേന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയില്ല കുഴപ്പമില്ല, നീ അവിടെ മാസ്റ്റർ ബെഡ്റൂമിൽ കിടന്നു, ഞാൻ ഗസ്റ്റ് റൂമിൽ കിടന്നോളാം എന്ന് പറയണം. അപ്പോൾ ലൂസി പറയണം അങ്ങനെയല്ലോ നമ്മുടെ കോൺട്രാക്റ്റ്, നമ്മൾ രണ്ടുപേർക്കും ഉറങ്ങാൻ പറ്റത്തില്ലോ, ഉറങ്ങണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കൈ പിടിച്ചാലല്ലോ ഉറങ്ങാൻ പറ്റും, അതുകൊണ്ട് പിന്നെ വാ ഉറങ്ങാമെന്ന് പറയുന്ന സമയത്ത് ഞാൻ ഓക്കെ അന്നത്തെ ഒരു ദിവസത്തിനുള്ള രീതിക്ക് അവളെ ഉറക്കും. ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ഉറങ്ങാതെ അവളിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അവളിങ്ങനെ നോക്കിയിരിക്കും, കാരണം അവന് നല്ല സങ്കടമുണ്ട്, ഇനിയിപ്പോൾ എന്തോ ചെയ്തു വരാൻ അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കും അവൻ. പിറ്റേന്ന് രാവിലെ ലൂസി ആണെങ്കിൽ നല്ല ലേറ്റായിട്ട് എണീക്കുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റിക്കി നോട്ട് വെച്ചേക്കുന്നത്, വേറെ ആരുമല്ല നമ്മുടെ ഞാൻ പറയുവാണ് എനിക്ക് 2-3 ദിവസത്തേക്ക് ഓഫീസിൽ ഓവർ ടൈം ജോലി ഉണ്ടാവും, ഞാൻ നൈറ്റ് വീട്ടിലേക്ക് വരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ അവൾക്ക് സങ്കടമൊക്കെ ഉണ്ട് അവൻ വരത്തില്ല എന്നുള്ളതിൽ, പക്ഷേ എന്ത് ചെയ്യുക ജോലിയുടെ തിരക്കല്ലേ എന്ന് വെച്ചാൽ അവൾ ഇരിക്കുവാണ്. ഇതേ സമയം നമ്മുടെ ഷുമാൻസിനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ഓൾറെഡി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വെച്ചിട്ട് നമ്മുടെ ലൂസിയുടെ എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. അയാളത് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് പണം കൊടുത്തിട്ട് ഷുമാൻസി വന്നിട്ട് ഇരിക്കുവാണ് അവിടെ നിന്ന്. ഇതേ സമയം കാണിക്കുവാണ് സ്പെഷ്യൽ അസിസ്റ്റൻ്റ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മുടെ ഷുമാൻസിൻ്റെ അസിസ്റ്റൻറ്റ് പെണ്ണാണ് ഈ പണിയൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആ ദേഷ്യത്തിന് ഇരിക്കുന്ന സമയത്താണ് ഷുമാൻസി അങ്ങോട്ട് കയറി വരുന്നത്. ഞാൻ വന്നുകൊണ്ട് ഷുമാൻസിൻ്റെ അടുത്ത് പറയും, ഒരു വട്ടം ഞാൻ നിന്നെ പറഞ്ഞതല്ലേ ലൂസിയുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നു, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത്, നിനക്ക് കമ്പനിയുടെ നാണവും മാനൊന്നും നിനക്ക് പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഷുമാൻസി പറയും നിങ്ങൾ എന്തോ പറയുന്നതെന്ന്. അപ്പോൾ ഇവൻ പറയുന്നത് നിൻ്റെ അസിസ്റ്റൻറ്റ് പെണ്ണില്ലേ അവളായി ഈ ന്യൂസിനെല്ലാം കാരണം എന്ന് പറയുന്ന സമയത്ത് ഷുമാൻസി പറയണം ഞാൻ അവൾ ഓൾറെഡി ഫയർ ചെയ്ത്, മാത്രമല്ല എൻ്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ പോകാൻ വേണ്ടി ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്, ദേഷ്യം വന്നിട്ട് പോവാണ്. അവൾ അവിടെ ചെന്നിട്ട് ഈ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ യാനിൻ്റെ എന്താ പറയുന്നത് ചെറുപ്പത്തിലൊരു ഫോട്ടോ ഉണ്ട്, അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്. അപ്പോൾ ഓൾറെഡി ലൂസിയുടെ ഡീറ്റെയിൽസ് അല്ലേ എടുക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവൾക്കൊരു ഡൗട്ട്, ഇത് ലൂസിയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാം. അതുകൊണ്ട് ആ ഡിറ്റക്റ്റീവിനെ വിളിച്ച് ചോദിക്കും, ഡിറ്റക്റ്റീവ് പറയും എനിക്ക് ഉറപ്പ് അത് ലൂസിയാണ്, കാരണം അവൾ മ്യൂസിക്കൽ അക്കാദമിയിൽ പഠിച്ചായിരുന്നു, അവിടെ നിന്നാണ് ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നേന്ന്. അപ്പോൾ അവൾ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്കിൾ ഷെന്നിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുക. അപ്പോൾ അങ്കിൾ ഷെന്നി പറയുകയാണ് ഞാൻ ചെറുപ്പം തൊട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ലൂസി അവൻ ഇപ്പോൾ അടുത്താ പരിചയം, അല്ലാതെ മുമ്പൊന്നും ചെറുപ്പത്തിലൊന്നും പരിചയമില്ല എന്നുള്ള കാര്യം എനിക്ക് കൺഫേമാണ്, ഇത് എന്തായാലും ലൂസിയല്ല, ഇതിങ്ങനെ ഒരു കാര്യം എനിക്ക് അറിയത്തില്ലെന്ന് അങ്കിൾ ഷെന്നി പറയാം. അപ്പോൾ ചീസുവിന് ലൂസിയെ ചെറുപ്പത്തെ അറിയാലോ. അപ്പോൾ അവൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയില്ല ലൂസിക്ക് ഇങ്ങനെ ഒരാളെ പരിചയമായിട്ട് എനിക്കറിയത്തില്ല, ഞാനും അവളുടെ കൂടെ കളിക്കൂട്ടുകാരനെ ചെറുപ്പം തൊട്ടേ വളർന്നതാണ്, അതുകൊണ്ട് എനിക്കും അറിയാം ലൂസിക്ക് അങ്ങനെ നമ്മുടെ യാനെ മുമ്പേ അറിയത്തില്ലെന്ന് പറയണം. അപ്പോൾ ഷുമാൻസി ആകെ കൺഫ്യൂഷനായിട്ട് പോരുവാണ്.
അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ 3 ദിവസം തീരുകയാണ്. 3 ദിവസം കഴിഞ്ഞ് അന്ന് രാത്രിയായിട്ടും അവൾക്കാണെങ്കിൽ അവനെ കാണാതെ ഭയങ്കരമായിട്ട് മിസ്സിങ് ഫീലിംഗ്. അപ്പോൾ അവളെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെസ്സേജ് അയക്കാതെ പകരം സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് മെസ്സേജ് ചോദിക്കണം, എങ്ങനെയുണ്ട്, ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ, ആളെങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നു, ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് 3 ഫോട്ടോ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവളത് കണ്ടിട്ട് നോക്കിയിരിക്കുക. എന്നിട്ട് അവൾ ആലോചിക്കുക ഇവനെ ഒന്നും കഴിച്ച് കാണത്തില്ല, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, നമ്മൾ മനസ്സിൽ ആലോചിക്കണം. ഇതേ സമയം കാണിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാനുണ്ടല്ലോ ഓരോരോ പോസ് കൊടുത്തുകൊണ്ടിരിക്കുക. സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് ഇങ്ങനെ ഇരിക്കുന്ന, താടിക്ക് ഇത് കൊടുക്കുന്ന, ഫോൺ എടുത്തിരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഓരോരോ പോസ് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അതെല്ലാം ഫോട്ടോ എടുക്കുന്ന സ്പെഷ്യൽ അസിസ്റ്റൻറ്റ്. എന്നിട്ട് സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് പറയണേ, ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ നിങ്ങളുടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരിക്കുക, കണ്ടോ എൻ്റെ കഴിവൊക്കെ കണ്ടോന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ എളിയുക. അപ്പോൾ ഞാൻ പറയാം, നിനക്ക് ഇച്ചിരി വായാടി തരം കൂടുന്നുണ്ട്, നീ ഇത്രയും ടോക്കറ്റീവ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക. പിന്നെ നീ നിൻ്റെ അസിസ്റ്റൻറ്റ് സ്ഥാനത്ത് തന്നെ നിന്നോ, എൻ്റെ അടുത്ത് അധികം ഇതാക്കാനൊന്നും വരണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ നിലയ്ക്ക് തന്നെ നിർത്തുവാണ്. ഇതേ സമയം ലൂസി ആണെങ്കിൽ ഇവന് ഫുഡും കൊണ്ടുവരുന്ന സമയത്ത് ചീസും ഉണ്ട് ആ ഒരു ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ചീസ് ചോദിക്കും നീ എവിടെ പോകാമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ലൂസി പറയണില്ല, ഞാനൊന്നും കഴിച്ച് കാണത്തില്ല, അവന് വേണ്ടി കുക്ക് ചെയ്ത് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുവാന്ന്. അപ്പോൾ നമ്മുടെ ചീസ് പറയാം, ഓഹോ അപ്പോൾ നീ കുക്ക് ചെയ്യാനും പഠിച്ചു അവന് വേണ്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് ലൂസി പറയാം, അവനെ ഞാൻ ഫുഡ് കൊടുക്കട്ടെ പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വേഗം കടന്ന് പോകാം. അവളാണെങ്കിൽ ഫുഡും കൊണ്ട് ആ വാതിലേക്ക് നിൽക്കുന്ന സമയത്ത് സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് വന്നിട്ട് നമ്മുടെ യാൻ്റെ അടുത്ത് സംസാരിക്കുന്ന കേൾക്കുവാണ്. ഞാനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ അവളെ ബോറടിച്ചു തുടങ്ങി, അതുകൊണ്ടാണ് പോവാത്തത്, മാത്രമല്ല നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ലേ, ബോറടിക്കാതിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞത് കേൾക്കുവാണ് നമ്മൾ ലൂസി. അപ്പോൾ ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ലൂസിയും തെറ്റിദ്ധരിച്ചിട്ട് ആ കൊണ്ടുവന്ന ഫുഡ് തറയിട്ട് പോകാം. അപ്പോൾ ഈ ശബ്ദം കേട്ട് ഇവർ ഇറങ്ങി വരുന്ന സമയത്ത് ഞാന് മനസ്സിലാവും വേറെ ആരുമില്ല, ലൂസിയെ കാണാൻ വന്നതെന്ന്. അതുകൊണ്ട് അവൻ വന്നിട്ട് കഴിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് അവളെ എന്താ പറയുക അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ വരുവാണ്. അപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സമയത്ത് അവളാണെങ്കിൽ ഭയങ്കര കരയുന്ന ലെവലാണ് ലൂസി ഇരിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക, ഇങ്ങനെ പ്രൊഫസർ ലീ പറഞ്ഞുകൊണ്ടാന്നൊക്കെ പറയുമ്പോൾ അവളതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവനെ പിടിച്ച് തള്ളുക ദേശത്തെ. അതിന് അവൻ ചെന്ന് തലയിടിക്കുമ്പോൾ എന്താ പറയുന്നത്, അവന് തല ഒരുമാതിരി നീരടിക്കത്തില്ലേ, തലയൊക്കെ വിങ്ങി അതുപോലെ ആവും. അപ്പോൾ എന്നിട്ട് അവൾ ഐസൊക്കെ വെച്ച് കൊടുക്കട്ടെ അവന് തലവേദനിച്ചുകൊണ്ട്. അങ്ങനെ ഈ സമയത്ത് അവൾ ക്ലിയറായി ചോദിക്കുമ്പോൾ ഇവ നടന്ന കാര്യമെല്ലാം പറയണം. അപ്പോൾ ഇവള് പറയേ ഓക്കെ നമ്മൾ ടച്ച് ചെയ്യണ്ട അതോക്കെ, പക്ഷെ അത് നിനക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു, ഞാനതിപ്പോൾ എന്തെങ്കിലും പറയുമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ ഒരു ഇത് മനസ്സിലാവണം. എന്നിട്ട് ഞാൻ പറയണേ, നീ ഉണ്ടാക്കി പോർക്ക് സൂപ്പ് ഞാൻ കുടിച്ചായിരുന്നു, നല്ല സൂപ്പറായിരുന്നു, പക്ഷേ ഇനി മേലാക്കം ഉണ്ടാക്കല്ലേ ഏട്ടാ എന്ന് പറയട്ടാ. അപ്പോൾ ലൂസിക്ക് അങ്ങ് ചിരി വരും. എന്നിട്ട് ഇവനെ അവളെ കിസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവൾ ഇവനെ തുടരുന്നതാണല്ലോ, അപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് ഒരെണ്ണം കൊടുക്കുകയാണ്. പിറ്റേന്ന് കാണിക്കുവാണ് ഇവൻ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് ലിനിയും അതുപോലെ തന്നെ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് അവിടെ നിൽപ്പുണ്ടേ. അവർ നോക്കുമ്പോൾ എന്തുവാ ഇന്നലെ അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല അടി, അതിൻ്റെ പാട് മുഖത്ത് കിടക്കുന്നു. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഇവർക്കാണെങ്കിൽ ചിരി വരുന്നതുകൊണ്ട് കാരണം ചിരിക്കാൻ പറ്റത്തില്ല ബോസിൻ്റെ മുന്നിൽ. അപ്പോൾ ലിഫ്റ്റിലൊക്കെ പോകുമ്പോൾ ലിനിയും സ്പെഷ്യൽ അസിസ്റ്റൻ്റൊക്കെ അവനിങ്ങനെ ഒരു മാതിരി ഇങ്ങനെ നോക്കിയിട്ടാണ് വരുന്നത്. എന്നിട്ട് അന്ന് ഓഫീസെല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി വരുന്ന സമയത്ത് ലൂസിയുടെ അടുത്ത് പറയുവാണ്, ലൂസി ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് മീൻസ് വീടിൻ്റെ മുന്നിൽ ഇറക്കുന്ന സമയത്ത് ഞാൻ പറയുവാണ്, നമുക്ക് ഇനി അത് വെച്ചിടേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ രണ്ടുപേരും പാരൻസുമായിട്ട് സംസാരിച്ചിട്ട് ഓക്കെ ആക്കാമെന്ന് പറയുന്ന സമയത്ത് ലൂസി പറയണം അത് ശരിയാവുമെന്നും. അപ്പോൾ ഞാൻ പറയണം എന്താ നിൻ്റെ പാരൻസിന് എന്നെ ഇഷ്ടമാവത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ലൂസി പറയും, എൻ്റെ പാരൻസിൻ്റെ കാര്യമില്ല, ഞാൻ നിൻ്റെ പപ്പയുടെ കാര്യം പറഞ്ഞേ, പപ്പയ്ക്ക് എന്നെ ഒരു പക്ഷേ ഇഷ്ടമായില്ലെങ്കിൽ എന്തോ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയും നിൽക്ക്, ഞാൻ പോയി സംസാരിച്ച് ഓക്കെ ആക്കിയിട്ട് വരാം, നീ ഒന്നും ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ ഞാൻ എൻ്റെ പപ്പയെ കാണാൻ പോകണം. ഞാൻ വന്ന് ഞാൻ എൻ്റെ പപ്പയെ കണ്ടിട്ട് പറയാണ്, പപ്പ ഞാൻ കല്യാണം കഴിക്കാൻ പോകാമെന്ന് പറയപ്പോൾ. അപ്പോൾ അയാൾ ചോദിക്കും നീ ഇപ്പോഴേ കല്യാണം കഴിക്കാൻ പോവാണെന്ന് ചോദിച്ചിട്ട് അയാൾ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടല്ല അങ്കിൾ ഷെന്നിനെ കാണാൻ. അങ്കിൾ ഷെന്നിനെയാണ് ഏൽപ്പിച്ചേക്കുന്നത് നമ്മുടെ യാൻ്റെ കാര്യം നോക്കാൻ. അതുകൊണ്ട് തന്നെ അങ്കിൾ ഷെന്നിനെ കാണാൻ പോയിട്ട് കാര്യങ്ങളെല്ലാം പറയാം. ആരെ കല്യാണം കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവൻ്റെ വായന്ന് വീഴും ഇനിയിപ്പോൾ ലൂസി ആയിരിക്കുമെന്ന്. ആരാ ഈ ലൂസി പെണ്ണെന്ന് ചോദിക്കേ നമ്മുടെ യാൻ്റെ പപ്പ ചോദിക്കും. അപ്പോൾ ഇവർ പറയും അതല്ല അത് വന്ന് അസിസ്റ്റൻ്റാന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ പറയും ഓക്കെ എന്നാൽ ആ പെണ്ണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്കിപ്പോൾ വേണമെന്ന് പറയും. അപ്പോൾ ഇവൻ ആ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് കൊടുക്കും. പക്ഷേ ഇവനൊരു ചെറിയ അബദ്ധം പറ്റും, ഈ ഡീറ്റെയിൽസിൻ്റെ കൂടെ മറ്റേ കോൺട്രാക്റ്റ് ഇല്ലേ സ്ലീപ്പിംഗ് കോൺട്രാക്റ്റ് അതും കൂടി എടുത്ത് കൊടുക്കും. അത് ഇയാൾ കാണുമ്പോൾ ഇയാൾ ചോദിക്കുകയെ ഇത്രയും വൃത്തികെട്ട പെണ്ണിനെയാണ് എൻ്റെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്നത്, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പെണ്ണ്. അയാൾ തെറ്റിദ്ധരിക്കും, വേറെ രീതിക്ക് എടുക്കും അയാൾ കേട്ടോ. അപ്പോൾ പറയും ഇല്ല ഇൻസോംനിയക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്ന സമയത്ത് ഇയാൾ പറയും നിങ്ങളെ എല്ലാ കാര്യത്തിനും എന്നെ മണ്ടനാക്കാൻ പറ്റും നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.